നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. കർത്താവ് എന്നെ വ്യക്തിപരമായി പേര് ചൊല്ലി വിളിച്ച് തെരഞ്ഞെടുത്ത് തമ്പുരാനെ ആരാധിക്കുവാനായിട്ട് തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നതാണ്. ഇത് നമ്മൾ വിശ്വാസത്തോടെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കണം. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. എന്നെ താഴ്ത്തുന്ന ദൈവമല്ല, തള്ളിക്കളയുന്ന ദൈവമല്ല, എന്നെ ഉയർത്തുന്ന ദൈവമാണ്. അതും പണിതുയർത്തുന്ന ദൈവമാണ്. ഹെബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനത്തിൽ നമ്മൾ കാണും, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. യെശയ്യാപ്രവചനം 49-ാം അധ്യായത്തിൽ നമ്മൾ കാണും 15-ാം തിരുവചനത്തിൽ, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും പേരുകൾ ദൈവം പറയുകയാണ്, ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്നെയും നിങ്ങളെയും വ്യക്തിപരമായി ദൈവം അറിയുന്നു എന്നുള്ളതാണ്. 800ഓളം കോടി ജനം ഈ ലോകത്തിലുണ്ട്, മനുഷ്യര്. ഈ മനുഷ്യരുടെ എല്ലാം പേരുകൾ ദൈവം അറിയുന്നു. അവനെ പേര് ചൊല്ലി വിളിക്കുന്നു. അങ്ങനെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് വ്യക്തിപരമായി എന്നെ പേര് ചൊല്ലി വിളിച്ച് അവനെ ആരാധിക്കുന്ന ഈ സമൂഹത്തിലേക്ക് ദൈവമായ കർത്താവ് നമ്മളെ കൊണ്ടുവന്നുവെങ്കിൽ ആ ദൈവം പറയുകയാണ്, എൻ്റെ കുഞ്ഞെ, നിന്നെ ഞാൻ ഒരു വിധത്തിലും അവഗണിക്കുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ആ കർത്താവ് നമ്മളോട് പറയുന്നത്, നീ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരിക. ബാരൂക്ക് പ്രവചനത്തിൽ നമ്മൾ കാണുകയാണ്, ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ നീ തിരിച്ചു വന്ന് എന്നെ തേടുക, എന്നെ അന്വേഷിക്കുക. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. 34-ാം സങ്കീർത്തനം 4-ാം തിരുവചനത്തിൽ, ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. മക്കളെ, നമ്മൾ മറ്റൊരിടത്തും തേടി അലയരുത്, മറ്റൊന്നിനെയും അന്വേഷിച്ച് നമ്മൾ ഓടി നടക്കണ്ട. കർത്താവിനെ തേടുക, സൃഷ്ടാവായ ദൈവത്തെ തേടി അവനെ കണ്ടെത്തുക. ഞാൻ സകല മർത്യരുടെയും ദൈവമാണ്. യെരമ്യാ പ്രവചനം 32:27 ഇന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? മനുഷ്യർക്ക് അസാധ്യമെന്ന് തോന്നാവുന്ന പല കാര്യങ്ങളും മനുഷ്യരെ കൊണ്ട് നേടിയെടുക്കാമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും തമ്പുരാൻ നമ്മളോട് പറയും, തമ്പുരാനോട് ചേർന്നാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, വ്യക്തിപരമായി എന്നെ അറിയുന്ന ദൈവം എന്നോട് പറയും, പിന്നെ മനുഷ്യർക്ക് അസാധ്യമാണത്, എന്നാൽ എനിക്കെല്ലാം സാധ്യമാണ്. ആമേൻ. മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സാധ്യം. ഹല്ലേലൂയ.
ലൂക്ക 18:27, ലൂക്ക 18:27 കഥ പറയുകയാണ്, മനുഷ്യർക്ക് അസാധ്യം നിന്റെ ദൈവത്തിന് സാധ്യമാണ്. ഹല്ലേലൂയ. അതിനെന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അത്യുന്നതനായവനെ ഒന്ന് വിളിച്ചാൽ മതി, നീ ഒന്ന് അന്വേഷിച്ചാൽ മതി. അവനെ കണ്ടെത്താൻ ദൈവം ഇടവരുത്തുമെന്ന് വചനത്തിലൂടെ നമ്മളോട് അവൻ സംസാരിക്കുന്നുണ്ട്. ജെറമ്യാ പ്രവചനം 29-ാം അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ട്, നീ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുക. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുക. ഈ പൂർണ്ണ ഹൃദയത്തോടെയുള്ള അന്വേഷണമാണ് ആത്മാവിലും സത്യത്തിലും നിറഞ്ഞു നിന്നുള്ള ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ നീ എന്നെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടവരുത്തും. ജെറമ്യാ പ്രവചനം 29-ാം അധ്യായം 13-ാം തിരുവചനമാണ്. ഞാൻ ഇടവരുത്തും. ദൈവമാണ് ദൈവത്തെ കണ്ടെത്താൻ ഇടവരുത്തുക. അതിന് നമ്മിലൊരു ആഗ്രഹം ജനിക്കണം. ആദ്യമേ ദൈവത്തോടൊരു ഇഷ്ടം നമുക്ക് തോന്നണം. എന്തെന്നില്ലാത്തൊരു അടുപ്പം ദൈവത്തോട് നമുക്ക് തോന്നണം. ഹല്ലേലൂയ. ആ അടുപ്പം ഉള്ളത് കൊണ്ടാണ് ദൈവം നമ്മളെ പേര് ചൊല്ലി വിളിച്ച് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് ആരെങ്കിലും നിർബന്ധിച്ചു വന്നതല്ല, വിളിച്ചിട്ട് വന്നതല്ല, ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നതാണ് എന്നുള്ള ആഴമായ വിശ്വാസം നിന്റെ ഹൃദയത്തിൽ നിറഞ്ഞാൽ നീ അനുഗ്രഹം പേറി തിരിച്ച് പോകാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോ പറഞ്ഞു, എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എന്റെ അടുക്കലേക്ക് വരികയില്ല. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് 37-44 2 വചനങ്ങളിൽ, അങ്ങനെ എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയത്തില്ല. ഹല്ലേലൂയ. തള്ളിക്കളയത്തില്ല. ഹല്ലേലൂയ. തള്ളിക്കളയത്തില്ല. ഹല്ലേലൂയ. നിനക്ക് ഭൂമിയിൽ എത്ര ഇഷ്ടമുണ്ട് എന്ന് പറയുന്ന നിന്റെ അപ്പനാകട്ടെ, അമ്മയാകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, കുഞ്ഞുങ്ങളാകട്ടെ, ഒരു ചെറിയ പ്രശ്നം നിന്നിൽ നിന്ന് വന്നാൽ, ഇഷ്ടപ്പെടാത്ത ഒരു ചെറിയ കാര്യം നിന്നിൽ നിന്ന് സംഭവിച്ചാൽ മാറ്റി നിർത്തും, തള്ളിക്കളയും, ഉപേക്ഷിക്കും. ഇതിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല. ഹല്ലേലൂയ. 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 ഒരിക്കലും തള്ളിക്കളയാത്ത ഒരു സ്നേഹത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുക. മക്കളെ തിരിച്ചറിയുക. ഒരിക്കലും മാറ്റി നിർത്താത്ത, താഴ്ത്തിക്കെട്ടാത്ത ഒരു സ്നേഹശക്തിയിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുക. ഹല്ലേലൂയ. 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 ആ ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. അങ്ങനെയല്ലേ വചനം പറയുന്നേ, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽപ്പിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ആദ്യം ഞാൻ ചേരണം, അല്ലേ? ആദ്യം ഞാൻ ചേർന്ന് നിൽക്കണം. അതിലെ ഈശോ പറയുന്നേ, നിങ്ങൾ ആദ്യം അവിടുത്തെ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. മത്തായി 6:33 അന്വേഷിക്കുക, അപ്പോൾ മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. കണ്ടോ, തരപ്പെടും. മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അല്ലേ? ലഭിക്കാത്ത കുറെ വേദന നമുക്കില്ലേ? ഇല്ലേ? ചോദിച്ചിട്ട് കിട്ടാത്തതിന്റെ പരിഭവം നമുക്കില്ലേ? ഇല്ലേ മോനെ? ഇല്ലേ? ഇല്ലേ? ഇല്ലേ സാറല്ലേ? ഇല്ലേ? കുറെ നാളായി ചോദിക്കുന്നു, കിട്ടുന്നില്ല. തമ്പുരാൻ പ്രാർത്ഥന കേൾക്കുന്നില്ലേ
എന്നെ തള്ളിക്കളഞ്ഞോ, എന്നെ ഉപേക്ഷിച്ചോ? അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. നീ നിരന്തരം ഇതൊരു ഓൺഗോയിങ് പ്രോസസിംഗ് ആയിരിക്കണം. നിരന്തരം ഇത് ഉണ്ടാകണം, ഹൃദയത്തിൽ നിന്നുണ്ടാകണം. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ച് അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന എന്റെ ദൈവത്തെ തന്നെ. 57 സങ്കീർത്തനം അല്ലേ? എല്ലാം എനിക്ക് വേണ്ടി ചെയ്തു തരുന്ന എന്റെ ദൈവത്തെ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആ ദൈവത്തെ ഒന്ന് വിളിച്ചപേക്ഷിക്കാൻ, ആ ദൈവത്തെ ഹൃദയം തുറന്ന് ഒന്ന് വിളിക്കാൻ, ആത്മാവിലും സത്യത്തിലും ആ ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ. ആ ദൈവം എന്നെയും നിങ്ങളെയും പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ, വിചാരങ്ങളെ നമുക്കൊന്ന് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കണം. കാരണം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, അഭിലഷിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. അതെന്താണ്? നിങ്ങൾ വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കണം. ആരാധിക്കണം. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. 1 തെസ്സലോനി എവിടെ കിടക്കുന്നേ? 4:3-7 2 വചനങ്ങൾ എടുപ്പുണ്ട്. എന്താ ചെയ്യേണ്ടത്? ആരാധനയിലെ ദൈവം സംപ്രീതനാകണമെങ്കിൽ, ആരാധന അനുഭവമാകണമെങ്കിൽ ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ സമയത്ത് നമ്മൾ ആദ്യം അമ്മമാതാവിന്റെ മാധ്യസ്ഥം പാട്ടിലൂടെ പാടി നമ്മൾ പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷകളെ നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം നമ്മൾ തേടി പ്രാർത്ഥിക്കും. അതിന് ഒരു കാര്യവും കാരണവും ഒക്കെ ഇതാണ്. രണ്ട് മൂന്ന് മാസം മുമ്പ് ആദ്യമായിട്ട് വന്നവരുടെ അറിവിലേക്ക് വേണ്ടി 2-3 മാസം മുമ്പ് ഒരു വെളുപ്പാങ്കാലം ഒരു ദർശനത്തിലൂടെ കിട്ടിയൊരു ബോധ്യമാണ്. നീ ഔസേപ്പായതുകൊണ്ട്, ഔസേപ്പായിരിക്കും, എന്തിന് എന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്ന് യേശുപിതാവ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ഔസേപ്പിനെ കുറിച്ച് പറയാറില്ല, മാധ്യസ്ഥം തേടാറില്ല. കൂട്ടായ്മ തുടങ്ങും, അമ്മമാതാവിന്റെ വിമലഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥന തുടങ്ങും, അവസാനിപ്പിക്കുന്നതൊക്കെ അങ്ങനെ തന്നെ. അപ്പൊ അങ്ങനെ ആ വെളുപ്പാങ്കാലത്ത് കുറച്ച് വേഡ്സ് ഒക്കെ തന്ന് പ്രാർത്ഥിച്ച് ആ വേഡ്സ് നമ്മൾ എഴുതി വെച്ച് പാട്ടായിട്ട് അത് പാടി മാധ്യസ്ഥം തേടുകയാണ് യേശുപിതാവിന്റെ. വെള്ളിയാഴ്ച കൂട്ടായ്മയിൽ അത്ഭുതകരമായ യേശുപിതാവിന്റെ മാധ്യസ്ഥ ശക്തി കണ്ടുകൊണ്ടിരിക്കുകയാണ് മക്കൾ. കാരണം ഉറങ്ങുന്ന യേശുപിതാവിന്റെ ഒരു തിരുസ്വരൂപമുണ്ട്. ആ ബെഡിനടിയിൽ വിഷയങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി വിടുതലുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. കാരണം ചോദിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് തന്ന ബോധ്യം ഇതാണ്: യേശുപിതാവ് പരിശുദ്ധ അമ്മയെ പോലെ തന്നെ വ്രതമെടുത്ത ആളാണ്. ബ്രഹ്മചര്യമെന്ന വ്രതം, ബ്രഹ്മചര്യമെന്ന വ്രതം യേശുപിതാവ് ഹൃദയത്തിൽ പേറി നടന്നവനാണ്, ഒപ്പം ശരീരത്തിലും. പരിശുദ്ധ അമ്മ മാതാവ്, ദൈവമാതാവ് നിത്യകന്യകയായിരിക്കുന്നത് പോലെ തന്നെ യേശുപിതാവ് ബ്രഹ്മചര്യത്തിൽ 100% നീതി പുലർത്തിയവനാണ്. അതുകൊണ്ട് സ്വർഗം അവനെ വിളിച്ചു, അവൻ നീതിമാനാകയാൽ എന്ന്.
അവൻ നീതിമാൻ ആകയാൽ. ബൈബിളിൽ മറ്റാരെങ്കിലും ഒക്കെ അതിനെ വിളിച്ചു കേട്ടിട്ടുണ്ടോ? നീതിമാൻ. ആ ചുരുക്കം ചില വ്യക്തികളെ നീതിമാൻ. അപ്പൊ അന്ന് മുതൽ നമ്മൾ പിതാവിന്റെ മാധ്യസ്ഥം പ്രത്യേകമായിട്ട് തേടുന്നുണ്ട്. ഇപ്പോ യാക്കോബായ സഭയിലും പിതാവിനെ കുറിച്ച് പറയാറില്ലായിരുന്നു, പക്ഷെ അത് പറഞ്ഞു തുടങ്ങി അല്ലേ? ഇവിടെ തിരുമേനി ജോസഫ് ആയതുകൊണ്ട് ആള് തിരുമേനി പട്ടമൊക്കെ സ്വീകരിച്ചിട്ട് ആള് പറഞ്ഞു പിതാവിന്റെ മാധ്യസ്ഥം നമുക്ക് മസ്റ്റാണ്. ദൈവമാതാവിന്റെ മാധ്യസ്ഥം പോലെ തന്നെ ശക്തമാണ് പിതാവിന്റെ മാധ്യസ്ഥം എന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പോഴത്തെ അല്ലേ ഇന്ന് പിതാവിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലായിരുന്നു. പിതാവിന്റെ മാധ്യസ്ഥം നമ്മൾ തേടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നിയോഗങ്ങളെല്ലാം നമുക്ക് പിതാവിലൂടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവൻ നീതിമാനാകയാൽ. ഇവിടെ ഒരു കാര്യം, നമ്മൾ നീതിയുടെ മാർഗം മുറുകെ പിടിച്ച്, സത്യത്തിന്റെ മാർഗം മുറുകെ പിടിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും ഒന്നുപോലും കുറയാതെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം അതാത് സമയങ്ങളിൽ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, നമുക്ക് ദൈവത്തിന്റെ പദ്ധതികൾ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല അല്ലേ? ഒരു 10 വർഷം മുമ്പ് ബെന്നി വിചാരിച്ചിരുന്നോ ഇതുപോലെ ഒരു ഭവനം, ഇതുപോലെ ഒരു കൂട്ടായ്മ, ഇതുപോലെ ഒരു ആരാധന വിചാരിച്ചിരുന്നു? മനസ്സിൽ പോലും സ്വപ്നത്തിൽ പോലും മുമ്പോട്ട് പോകാൻ കഴിയാതെ അല്ലേ വളരെ ഞെരുങ്ങി ബുദ്ധിമുട്ടി ഇരിക്കുമ്പോ ഇതാണ് ഞാൻ പറഞ്ഞത്, സത്യത്തിന്റെയും നീതിയുടെയും മാർഗത്തിലാണ് നമ്മൾ ചരിക്കുന്നതെങ്കിൽ ഒരു നന്മയും അവൻ നിഷേധിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനോടൊക്കെ 100 കണക്കിന് മക്കള്, ആത്മാക്കള് രക്ഷപ്പെട്ട് ഈ ആരാധനയിലൂടെ, കൂട്ടായ്മയിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ മനോഹരമായ പദ്ധതി. ഓക്കെ, നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ പിതാവിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ പിതാവിന്റെ മാധ്യസ്ഥം തേടി, ഗാനത്തോടൊപ്പം മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും ചേർന്ന് പാടണം. മാതാവിന്റെ വ്യത്യസ്തമായ മാതാവിന്റെ പാട്ടിന്റെ ട്യൂണിലാണ് വേർഡ്സ് തന്നിരിക്കുന്നത്. സ്ക്രീനിൽ നോക്കി എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നീറുന്ന വേദനയിൽ
ലോകത്തിലെങ്ങും പോകാം. പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സങ്കീർത്തനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ഏറ്റെടുക്കുകയാണ്. കർത്താവിൻ്റെ വലിയ കരുണയാണ് ഇതിലൂടെ കടന്നു വരുന്നത്. നമുക്കറിയാം, ദാവീദ് സങ്കീർത്തകൻ 2 മഹാപരാധങ്ങൾ ചെയ്തു ദൈവത്തിന്റെ സന്നദ്ധിയിൽ, അല്ലേ? അതെന്തൊക്കെ? 4-ാം പ്രമാണവും 6-ാം പ്രമാണവും ലംഘിച്ചു. ഇതാ ദാവീദിന് നീതി കിട്ടി. ദാവീദിന്റെ മേൽ കർത്താവ് കരുണ വീണ്ടും വർഷിച്ചു. ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴകൾ കണ്ണുകളെ അടച്ച് കരങ്ങൾ മാറോടുന്ന് ചേർത്ത് വെച്ച് ഒന്നോർക്കുക. നമ്മൾ ബലഹീനരായ മനുഷ്യരാണ്, പലപ്പോഴും വീണു പോകുന്നവരാണ്. ഇതാ ദൈവം വീണ്ടും നമ്മളെ ചേർത്ത് പിടിക്കുവാൻ തന്റെ കൂട്ടായ്മയിലേക്ക് പേര് ചൊല്ലി വിളിച്ചു. തന്റെ ദിവ്യ സ്നേഹത്താലും അനന്തമായ കരുണയാലും നമ്മളെ നിറയ്ക്കുവാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നു. നിദാനമായ വചനം ഇതാണ്: എന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നതല്ല, എന്റെ കാരുണ്യവും അവസാനിക്കുന്നതല്ല. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാമത്തെ തിരുവചനം. കർത്താവിന്റെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നതല്ല, സ്നേഹം അസ്തമിക്കുന്നതല്ല, വീണ്ടും നമ്മുടെ മേൽ ചൊരിയുകയാണ്. ഈ 51-ാം സങ്കീർത്തനത്തിലെ ഓരോ തിരുവചനങ്ങളും നമ്മുടെ ഹൃദയത്തില്, നമ്മുടെ ശരീരത്തിന്, മനസ്സിന് വലിയ ഒരാശ്വാസം പകർന്ന് വിശുദ്ധിയുടെ മേഖലകള് ഇതാ തഴുകിത്തലോടി ഈ വചനം കടന്നു പോകുമ്പോൾ ഒരു സ്റ്റെപ്പ് കൂടി വിശുദ്ധിയിലേക്ക് ഉയരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. കാരണം ദൈവവചനം അത് ജീവനുള്ള വചനമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ ആത്മാവിൽ പുതുജീവൻ പ്രദാനം ചെയ്യുന്നതാണ്. ഈശോ പറഞ്ഞു യോഹന്നാൻ 6:63, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ അഥവാ എന്റെ വചനം ആത്മാവും ജീവനുമാണ്. അങ്ങനെ പുതുജീവൻ പ്രദാനം ചെയ്യുന്ന ആ വചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. പ്രാർത്ഥനയോടെ കണ്ണുകൾ അടച്ച് കരങ്ങൾ മാറോട് ചേർത്ത് വെച്ച്, ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എന്റെ പാപത്തിൽ നിന്നെ ശുദ്ധീകരിക്കണമേ. എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ കൺമുൻപിലുണ്ട്. അങ്ങേക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ
അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയപരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എന്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ഹിസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. എന്നെ സന്തോഷഭരിതനാക്കണമേ. അവിടുന്ന് തകർത്ത എന്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്നെന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും. പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും. ദൈവമേ, എന്റെ രക്ഷയുടെ ദൈവമേ, രക്തവാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. കർത്താവേ, എന്റെ അധരങ്ങളെ തുറക്കണമേ. എന്റെ നാമം അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹന ബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. അങ്ങ് പ്രസാദിച്ച് സിയോന് നന്മ ചെയ്യണമേ. ജെറുസലേമിന്റെ കോട്ടകൾ പുതുക്കി പണിയണമേ. അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹന ബലികളിലും സമ്പൂർണ്ണ ദഹന ബലികളിലും പ്രസാദിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും. നിനക്ക് സ്തുതിയോഗ്യമാകുന്നു. കണ്ണുകളടച്ച് കരങ്ങൾ മാറോട് തന്നെ ചേർത്ത് വെച്ച് ഒരു നിമിഷം ശാന്തമാകുക. ശാന്തമാകുക. ഞാൻ ദൈവമാണെന്നറിയുക. സങ്കീർത്തനം 46:10 ദൈവം പറയുകയാണ്, ശാന്തമാകുക, ശാന്തമാകുക. എൻ്റെ ഹൃദയത്തിൽ ഉള്ള ആകുലത, ഓവർ ടെൻഷൻ, നിരാശ, ദുഃഖം, എന്തിനെയൊക്കെ കുറിച്ചുള്ള ഭയം, കർത്താവ് പറയുന്നു, നീ ശാന്തമാകുക. ഈ മേഖലയിലെല്ലാം നീ സ്വസ്ഥനായിരിക്കുക. നിനക്ക് വേണ്ടി ഞാൻ പൊരുതിക്കൊള്ളാം. നീ ശാന്തനായിരുന്നാൽ മതി. നിനക്ക് വേണ്ടി ഞാൻ പൊരുതിക്കൊള്ളാം. നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്തു കൊള്ളാം. പുറപ്പാട് 14:14 ഇന്ന് തമ്പുരാൻ നമ്മളോട് പറയുകയാണ്, നീ ശാന്തനാകുക. നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും. നിന്നെ പുറകോട്ട് വിളിക്കുന്ന ശക്തികൾ, തിന്മയുടെ നരകീയ ശക്തികൾ, പൈശാചിക ബന്ധനങ്ങൾ, എത്ര ശ്രമിച്ചിട്ടും അഴിയാത്ത ചില കെട്ടുകൾ, ചില തഴക്കദോഷങ്ങൾ, അങ്ങനെയുള്ള നെഗറ്റീവ് എനർജികളോട് കർത്താവ് യുദ്ധം ചെയ്യും. സാധാരണ വരുന്നത് തിന്മയുടെ ചില സ്വാധീനങ്ങൾ നമ്മളെ വേട്ടയാടുന്നുവെങ്കിൽ സാത്താന്റെ പ്രവർത്തനമാണ്. ദൈവം പറയുന്നു, ഞാൻ അവനോട് യുദ്ധം ചെയ്തുകൊള്ളാം, നീ ശാന്തനായിരുന്നാൽ മതി. നമുക്ക് വേണ്ടി പൊരുതുന്ന ദൈവം, നമ്മളെ തിരിച്ചു പിടിക്കുവാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്ന ദൈവം, പോയ ദൈവം. ആ ദൈവത്തിന്റെ സന്നദ്ധയിലെ മക്കളെ പ്രത്യാശയോടെ നമ്മളായിരിക്കുക. പ്രത്യാശയോടെ മാലാഖമാരോട് ചേർന്ന് ആരാധിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനായ തമ്പുരാനേ,
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഈ ഏക ദൈവത്തിന്റെ അധികാരമുള്ള നാമത്തിൽ സകല കെട്ടുകളും ഒഴിഞ്ഞു പോകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. Thank you, Lord. We worship you, Lord. Hallelujah, 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 hallelujah. ദൈവപിതാവേ, ഏക ദൈവത്തെ നമ്മൾ ആരാധിക്കണം. എന്നെ
ശക്തി പറയട്ടെ, ആന്തരിക സൗഖ്യം Thank you, Jesus. Thank you, Jesus. ഇരിക്കാം, നമുക്ക് ഇരിക്കാം. Thank you, Jesus. Hallelujah. Hallelujah. പൗലോസ്ലീഹ എഫെസോസ്യർക്ക് എഴുതുമ്പോൾ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് അതിന്റെ 16-ാം തിരുവചനം. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുക. എന്തായിരുന്നു വചനം? എന്താ വചനം? വായിച്ച എല്ലാവരും വായിച്ചേ. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം തന്റെ ആത്മാവിലൂടെ നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വത്തിന്റെ സമ്പന്നത എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ആത്മാവാണ്. ആത്മാവ്, പരിശുദ്ധ ആത്മാവ്, പരിശുദ്ധ ആത്മാവ്. ഈ ആത്മാവ് നിറഞ്ഞ് എന്നിലെ ആന്തരിക മനുഷ്യൻ കണ്ടോ, രണ്ടവസ്ഥയുണ്ട്. ശരീരത്തിൽ ഞാൻ ജീവിക്കുന്നു, സെയിം ടൈം ആത്മാവിലും ജീവിക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ ആത്മാവ്, ശരീരം, മനസ്സ്, 3 തലങ്ങളുണ്ട് അല്ലേ? 3 തലങ്ങളുണ്ട്. മറ്റ് ജീവജാലങ്ങൾക്ക് എന്തില്ല? ആത്മാവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചെറിയ കേട്ടിട്ടുണ്ട്, ചിലർക്ക് ആനയുടെ ആത്മാവ് കയറി, പട്ടിയുടെ ആത്മാവ് കയറി എന്നൊക്കെ കുറച്ചുകൊണ്ട് നടക്കുക, ആനയെ പോലെ ചിഹ്നം വിളിച്ചുകൊണ്ട് നടക്കുക എന്നൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. ആനയർഹല എന്നും പറഞ്ഞു. എന്നിട്ട് ആനയുടെ മാതിരി ഇങ്ങനെ മുള്ളൊക്കെ ഓടിച്ച് കൈ കൊണ്ട് തുമ്പിക്കൈ പോലെ ചുരുട്ടി. അപ്പോൾ ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഒരു 10-12 വയസ്സുള്ളപ്പോഴാണ് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ആനയുടെ ആത്മാവ് കയറിയതാണ്. മൃഗങ്ങൾക്ക് ആത്മാവില്ല. അതുകൊണ്ട് തന്നെ വിവേകവും ഇല്ല. മനുഷ്യൻ എന്ത് പറഞ്ഞ് പഠിപ്പിക്കുന്നോ, ചെയ്ത് ശീലിപ്പിക്കുന്നു, അതാണത് ചെയ്യുക. അപ്പൊ മനുഷ്യൻ എങ്ങനെയാ? മനുഷ്യന് ആത്മാവുണ്ട്, ശരീരമുണ്ട്. ഇന്ന് ഞാൻ ജീവിക്കുന്നത് ശരീരത്തിലാണോ ആത്മാവിലാണോ? ആത്മാവിലാണ്. എന്നാൽ ആത്മാവിന്റെ പ്രവൃത്തികൾ എന്നിൽ നിന്ന് പുറത്തേക്ക് വരണം. പലപ്പോഴും നമ്മളൊക്കെ ജീവിക്കുന്ന ശരീരത്തിലാണ് അല്ലേ? നമ്മളൊക്കെ ജീവിക്കുന്ന ശരീരത്തിലാണ് നമ്മളൊക്കെ, ഞാനടക്കം. ആത്മാവിൽ ജീവിക്കുകയാണെങ്കിൽ ഇന്ന് ഫുൾ ടൈം സാധാരണ പ്രയർ ക്ലോസ് എന്താണ്? ഫാസ്റ്റിംഗ് ആണ്. ഇടയ്ക്ക് ബ്രേക്ക് ചെയ്തില്ലേ? ഉണ്ടെന്നേ, ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. നീ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ ബ്രേക്ക് ചെയ്തു, സത്യമായിട്ടും ബ്രേക്ക് ചെയ്തു. രാവിലെ ഒന്നും കഴിച്ചില്ല, പക്ഷേ നല്ല ഹാർഡ് വർക്കായിരുന്നു. ഹാർഡ് വർക്ക് കഴിഞ്ഞപ്പോൾ ശരീരം മൊത്തം തളർന്നു. അങ്ങനെ നിന്നപ്പോൾ ചെറുതായിട്ട് കഴിച്ചു. ആത്മാവിൽ ജീവിക്കുന്നവനാണ്. നിന്റെ ആത്മാവിൽ ജീവനുണ്ടെങ്കിൽ നീ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും നീ പിടിച്ച് നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു യാത്രയില് 4 ദിവസം ഫുള്ളായിട്ട് ഫാസ്റ്റിങ്ങോടുകൂടി പോയത് അല്ലേ? അന്നല്ലേ നമ്മൾ ഏറ്റവും വലിയ പിശാചിനെ പിടിച്ചു കിട്ടിയത് അല്ലേ? 10,002 അശുദ്ധാത്മാക്കൾ ആവാഹിച്ച് ഏതാണ്ട് ഒരു 8 ഇഞ്ച് നീളത്തിലൊരു ഏലസ് അറിയിൽ കെട്ടി കടന്നു വന്ന പക്ക കത്തോലിക്കനായ ജോളി ജോസഫ് എന്ന മുസ്തഫയെ നമ്മൾ പിടിച്ചു കിട്ടിയത് അല്ലേ? തകർത്ത് കളഞ്ഞില്ലേ? 3 ഫുൾ ഡേ ഫാസ്റ്റിംഗ് ആയിരുന്നു.
അവിടെ ആത്മാവിൽ ജീവൻ ഉണ്ടായിരുന്നത് കൊണ്ട് അത് ചെയ്യാൻ പറ്റി. രണ്ട് അവസ്ഥ നമുക്കുണ്ട്. നമുക്ക് ഏതാ വേണ്ടേ? ഏതാ തിരഞ്ഞെടുക്കണ്ടേ? എന്റെ ആത്മാവിനെ ഞാൻ ഉണർത്തണമോ അത് ശരീരത്തെ ഉണർത്തണമോ? ആത്മാവിനെ. ഒരു ദൈവിക മനുഷ്യൻ അല്ലേ? ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആത്മാവാണ്. യെസ്, ആത്മാവാണ്. ഇതേത് വിശ്വാസമാണ്? ഇതേത് വിശ്വാസ രേഖ? ഇത് ക്രിസ്തീയ വിശ്വാസമാണ് കേട്ടോ. ക്രൈസ്തവരായിട്ടുള്ള മക്കൾ ഇതിനകത്തുണ്ട്. അശ്വിൻ, don't worry about it. Don't worry about it. നീ വഴിയിൽ നിന്ന് മാറിപ്പോയി അല്ലേ? ആത്മാവിൽ ജീവൻ വേണം, ജീവൻ വേണം. പഠിക്കണ്ട. എത്തേണ്ടടുത്ത് നീ എത്തി, എത്തേണ്ടടുത്ത് എത്തി. ഹല്ലേലൂയ. ഇന്ന് വന്നോ? ഇന്നലെ ഉണ്ടായോ? ഇന്നലെ എപ്പോഴുണ്ടായോ? വെളുപ്പിന് 6 മണിക്ക് ഒറ്റ പ്രാവശ്യം ഞങ്ങൾ പ്രാർത്ഥന എടുത്തുകൂടി അല്ലേ? 3, 4 പ്രാവശ്യമൊക്കെ ഫിക്സിന്റെ അസുഖം വരുന്ന മകനായിരുന്നു. ഒന്നും എങ്ങും പോകാൻ പറ്റാതെ അങ്ങനെ അല്ലേ അവസ്ഥയിലിരുന്ന് കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റും. തിരിച്ച് മോനെ തല തിരിച്ചടാ, തല തിരിച്ച് ഇങ്ങോട്ടും കേട്ടോ. ഒരു ചെവി മുറിഞ്ഞു പോയി അല്ലേ? ഫിക്സിന്റെ അസുഖം വന്ന് ടീപ്പൂയിലേക്ക് വീണ് ക്ലാസ് പൊട്ടി ഒരു ചെവി മുറിഞ്ഞു പോയി. അന്ന് വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയില് അന്ന് വന്ന് ആ തിന്മയുടെ ശക്തിയൊക്കെ നമ്മൾ ആട്ടിപ്പായച്ചതാണ്. അതിനുശേഷം പിന്നെ വന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഈ അടുത്ത ദിവസം എത്ര മാസമായിരുന്നു കണ്ടോ? 5 മാസമായിട്ട് ഇത് വന്നിട്ടില്ല. 5 മാസം കൊണ്ട് എന്ത് സംഭവിച്ചു? ആത്മാവിൽ നിന്ന് പതുക്കെ ജഡത്തിലേക്ക് വരാൻ തുടങ്ങി, മാനുഷികതയിലേക്ക് വരാൻ തുടങ്ങി. ദൈവം ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ദൈവം ചെയ്ത കാര്യങ്ങൾ പ്രസക്തിപ്പെടുത്തുന്നത് നല്ലത് അല്ലേ? നല്ലത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ രാജാവിന്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതും ദൈവത്തിന്റെ പ്രവൃത്തികൾ പരസ്യപ്പെടുത്തുന്നതും നല്ലത്. അവിടെ ഒരു വലിയ വീഴ്ച നമുക്ക് ഒന്നുണ്ട് കേട്ടോ. ഈശോ കൃത്യമായിട്ട് ഇന്നലെ മക്കൾ കോർ ടീമിൽ പ്രാർത്ഥന ഉണ്ട്. എല്ലാ ദിവസവും 1.5 മണിക്കൂർ പ്രാർത്ഥന ഉണ്ട് അല്ലേ? ആ സമയത്ത് കിട്ടിയതാണ് എനിറ്റിക്ലി ഉണ്ടോ? വർഷങ്ങളായിട്ട് ബെൽറ്റ് കെട്ടി അന്ന് വെള്ളിയാഴ്ച നീ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അന്നഴിച്ച ബെൽറ്റ് പിന്നെ നിനക്ക് കെട്ടേണ്ടി വന്നിട്ടുണ്ടോ? ഡിസ്ക് പ്രൊലാപ്സായി ഒന്ന് കുനിയാൻ പറ്റാതെ ജീവൻ. അമ്മയ്ക്ക് ഒന്ന് കുനിഞ്ഞിട്ടൊരു പേപ്പർ എടുക്കാൻ പറ്റിയിരുന്നോ? ഫുൾ ബെഡ് റെസ്റ്റ്. എവിടുന്നാ വന്നിരിക്കുന്നത്? പുത്തൻകുരിശ്. നമ്മുടെ നീനയുടെ വീടിന്റെ അയ്യൊക്കെ വാട്ടോ ചേട്ടായി. പുത്തൻകുരിശ് എന്നാ വന്നിരിക്കുന്നത്. അന്ന് ഒരു പേപ്പർ കുനിഞ്ഞെടുക്കാൻ പറ്റാത്ത മകള് ഞാൻ എന്റെ വിശുദ്ധ ഗ്രന്ഥം താഴെ വെച്ചിട്ട് കുഞ്ഞെടുക്കാൻ പറഞ്ഞു അല്ലേ? ഈസി ആയിട്ട് എടുത്തു. പല പ്രാവശ്യം കുനിഞ്ഞു നിവർന്നു തുള്ളിച്ചാടി. ബെൽറ്റ് അഴിച്ച് കളയാൻ കർത്താവ് പറഞ്ഞു. അന്നഴിച്ച ബെൽറ്റ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് കത്തിച്ച് കളഞ്ഞേക്കണോ? ഉണ്ടെങ്കിൽ കത്തിച്ച് കളഞ്ഞേക്കണം. അല്ലെങ്കിൽ ആ ബെൽറ്റ് കാണുമ്പോൾ ഓർമ്മ വരും, വിഷയവും പ്രശ്നവും. ഹല്ലേലൂയ. വിശ്വാസം ദൃഢമായിരിക്കണം. യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് രേഖ മറിയാമയാകണ്ട. മനസ്സിലായോ? അശ്വിൻ മാർട്ടിനും വിൻസെന്റും ഒന്നും ആകണ്ട. നീ അശ്വിനായിട്ട് തന്നെ ഇരുന്നാൽ മതി. നീ രേഖയായിട്ട് തന്നെ ഇരുന്നാൽ മതി. നിന്റെ ഹൃദയത്തിൽ ആര് വസിക്കണം?
യേശു കർത്താവ് വസിക്കണം. നിനക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് കുരിശിൽ കയറിയവൻ, ഓർക്കണം, എനിക്ക് നിനക്കും വേണ്ടി കയറിയവൻ. അവൻ നിന്റെ ഹൃദയത്തിൽ നാഥൻ രക്ഷകനുമായി വസിക്കുന്നിടത്തോളം കാലം ഒരു പിശാചും നിന്നെ തൊടത്തില്ല. ഒരു പിശാചും നിന്നെ തൊടത്തില്ല. ഒരന്ധകാര ശക്തികൾ നിന്നെ തൊടത്തില്ല. ഇത് വിശ്വാസം. വിശ്വാസത്തോടെ നമ്മൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നിലെ ആന്തരിക മനുഷ്യന് ഞാൻ നിരന്തരം ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം, ജീവൻ കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് എനിക്ക് മാത്രമേ പറ്റുള്ളൂ. എന്നിലെ ആന്തരിക മനുഷ്യന് മനസ്സിലെ ഞാൻ ജീവൻ കൊടുക്കണം, അല്ലേ? ഞാൻ ജീവൻ കൊടുക്കണം. നിഷാന്ത് എങ്ങനെയാ അവൻ എണീറ്റ് നടന്നു? മെഡിക്കൽ സയൻസ് അല്ലേ 1% പോലും ഇങ്ങോട്ടില്ല എന്ന് പറഞ്ഞ മകൻ ഇന്നിതാ നിങ്ങൾ കണ്ടില്ലേ? നിഷാന്ത് വൈദ്യം ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലില് രാത്രി സ്ട്രോക്ക് വന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ മെഡിക്കൽ സയൻസ് ഒരു സ്ട്രോക്ക് വന്ന 4 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മണിക്കൂറുകൾ എത്രയോ കഴിഞ്ഞു. ഇതാ അവനെ എണീറ്റ് നടക്കില്ല, അവന്റെ കാല് കുത്താൻ പറ്റത്തില്ല. റൈറ്റ് സൈഡ് ഫുൾ ആയിട്ട് ഇവനെ പാരലൈസായി ഫുള്ളായിട്ട് തളർന്നു പോയ മകൻ. ആ പുതിയ വീഡിയോ ഫുള്ളായിട്ട് ഇതാ നാവ് സ്റ്റിഫായി പോയി, അനങ്ങില്ലായിരുന്നു. ആ ഹോസ്പിറ്റലിൽ പോയി പ്രാർത്ഥിച്ചല്ലേ? ആ ഹോസ്പിറ്റൽ തിരിച്ചു വരുന്നതിന് മുമ്പ് അവൻ വിളിച്ചു ഈശോയെ എന്നവൻ വിളിച്ചു. നോക്ക് ഇതെങ്ങനെ സംഭവിച്ചു? മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം അഭിഷേകമായി അവനിലേക്ക് ഇറങ്ങി. നമ്മൾ അത്ര ചെയ്തോളൂ, വചനം അപ്ലൈ ചെയ്തു. അല്ലേക്ക് ദൈവത്തിന്റെ റൂഹ, പരിശുദ്ധാത്മാവ് ഇത് അവനിലേക്ക് കടന്നു വന്നു. തളർന്നുപോയ കൈകാലുകൾ, തളർന്നുപോയ നാവ്. ഞാൻ ഇന്നലെ വിളിക്കുമ്പോ അല്ലേ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഈശോയെ കരുണയായിരിക്കണമേ, ഹല്ലേലൂയ എന്നവൻ പറഞ്ഞു പൊളിക്കണേ. നാവ് ചലിക്കില്ല എന്ന് മെഡിക്കൽ സയൻസ് വിധി എഴുതിയപ്പോൾ എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഓർത്തോ, മരുന്നോ ലേപനൌഷധമോ ഒന്നുമല്ല, നമ്മുടെ കർത്താവിന്റെ വചനമാണ് എല്ലാവരെയും സുഖപ്പെടുത്തുന്നത്. ജ്ഞാനം 16:12 നമ്മുടെ കർത്താവിന്റെ വചനമാണ് എല്ലാവരെയും സുഖപ്പെടുത്തുന്നത്. നീ വിശ്വസിക്കണം വചനത്തിൽ. ആ വചനാഭിഷേകമായി നിന്നിൽ നിറയുമ്പോൾ നിന്റെ ഉള്ളിലെ മനുഷ്യന് ജീവൻ വയ്ക്കാൻ തുടങ്ങും, ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും, തളർന്നുപോയ കൈകാലുകൾ ബലം പ്രാപിക്കാൻ തുടങ്ങും. എല്ലാ ദിവസവും വിളിച്ച് പ്രാർത്ഥിക്കും ഫോണിൽ കൂടെ. സമിതിയും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്. ഈ വചനം വെച്ചിട്ട്, കർത്താവേ, തളർന്നുപോയ കോശങ്ങൾ, നാഡീഞരമ്പുകൾ യേശുവിന്റെ നാമത്തിൽ ബലം പ്രാപിക്കട്ടെ. യേശു വചനത്തിന്റെ ശക്തിയാൽ ബലം പ്രാപിക്കട്ടെ. കർത്താവേ, മരുന്നോ ലേപനൌഷധമോ ഒന്നുമല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് ഹല്ലേലൂയ. ആ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നൂറുകണക്കിന് സംഭവങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട്. പക്ഷെ ഇത് വിഷ്വലൈസ് ചെയ്തത് മെഡിക്കൽ സയൻസ് നോ എന്ന് പറഞ്ഞ കേസാണ്. നിങ്ങൾ അറിയണം, വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യാക്കോബ് 5:15 വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗി സൗഖ്യം പ്രാപിക്കും, സുഖം പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മിലെ ആത്മീയ മനുഷ്യനെ, ആന്തരിക മനുഷ്യനെ നമ്മൾ എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം.
വേറെ നമ്മൾ ഒത്തിരി പുണ്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. അവിടെ പോയാ അത് കിട്ടും, ഇവിടെ പോയി അത് ചെയ്താ അത് കിട്ടും. നിന്നിലെ ഉള്ളിലെ മനുഷ്യന് ജീവനില്ലെങ്കിൽ നീ എവിടെ പോയിട്ടും കാര്യമില്ല. നീ അട്ടപ്പാടിക്ക് പോയിട്ടും കാര്യമില്ല, അണക്കരയ്ക്ക് പോയിട്ടും കാര്യമില്ല, പിന്നെ ഇവിടെ ആലപ്പുഴയ്ക്ക് പോയിട്ടും കാര്യമില്ല. നിന്നിലെ ഉള്ളിലെ മനുഷ്യന് ജീവനില്ലെങ്കിൽ, ജഡത്തിൽ മാത്രം ശരണം വയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളുമെങ്കിൽ എത്ര അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലത്ത് പോയാലും ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. അതാണ് പൗലോസ് വളരെ ശക്തമായിട്ട് നമ്മളോട് പറയുന്നത്. നിന്നിലെ ആന്തരിക മനുഷ്യനെ ഉജ്ജീവിപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഉള്ളിലെ മനുഷ്യൻ ജീവൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നീ ദൈവത്തിന്റെ പൈതലായി. നീ ആരായി? റോമായിട്ട് 14 ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്, ദൈവത്തിന്റെ മക്കളാണെന്നേ. ഇവിടെ പുത്രന്മാരുണ്ടല്ലോ, അതുകൊണ്ട് മക്കൾ എന്നാ പറയാം അല്ലെ. പുത്രന്മാരെന്ന് പറയുമ്പോ കൂടുതൽ വചനത്തിൽ എപ്പോഴും ഇങ്ങനെ പുരുഷന്മാരെ ഉദ്ദേശിച്ച പോക്ക് അല്ലേ. മക്കളെന്ന് പറയാം, മക്കളെന്ന് പറയാം അല്ലേ. നീ എന്റെ ഓമന കുട്ടനല്ലേ, കുട്ടൻ. കുട്ടികൾക്ക് വിഷമാവില്ലേ? അപ്പൊ മക്കളെന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഉള്ളിലെ മനുഷ്യന് ജീവനുണ്ടെങ്കിൽ റോമ 8:14 വചനം, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ഉള്ളിലെ ജീവനുള്ള വ്യക്തികൾ ആരാണ്? ദൈവത്തിന്റെ മക്കളാണ്. അങ്ങനെ ദൈവത്തിന്റെ മകനും മകളുമാണെന്ന് 100% നിനക്ക് കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ നീ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ, എന്നാ കൂടുതൽ എഴുതിയ പോരെ അവിടെ, വളരെ കൂടുതൽ. എഫെസോസ് 3:20 വചനം കിട്ടുമോനെ? എഫെസോസ് 3:20 വചനം, നീ ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം മാത്രം എന്നേക്കും മാത്രം ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ. ഈ ശങ്കിനകത്തേക്കൊന്ന് കേറ്റുന്ന ഈ വചനം കേറ്റ്, പിന്നെ ഓടണ്ട, പിന്നെ ഓടണ്ട. ഈ ഒരു അവസ്ഥയിൽ നിന്റെ ജീവിതത്തിൽ ക്രമപ്പെടുത്താൻ പറ്റിയാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മൾ ആഗ്രഹിച്ചാൽ, അതിനുവേണ്ടി നമ്മൾ വില കൊടുത്താൽ, പ്രിയപ്പെട്ട മക്കളെ, ഓർത്ത് നീ ചോദിക്കുന്നതെല്ലാം നിനക്ക് ലഭിക്കും, ലഭിക്കും. ഒരു സംശയവും ആ കാര്യത്തിന് വേണ്ട. ഹല്ലേലൂയ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഏത് വചനം? ഹല്ലേലൂയ. നീ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ, വളരെ കൂടുതൽ ചെയ്തു തരാൻ അവിടത്തേക്ക് കഴിയും. ആർക്കാ കഴിയുന്നേ? ആർക്കാ കഴിയുന്നേ? ആർക്കാ കഴിയുന്നേ? ആർക്കാ കഴിയുന്നേ? ആരിലൂടെയാണ് ഈ ദൈവിക ജീവൻ പകരപ്പെട്ടിരിക്കുന്നത്? യേശു ക്രിസ്തുവിലൂടെ. ദൈവത്തിന്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ആരാണ്? യേശു മിശിഹായാണ്. പഴയ നിയമ പശ്ചാത്തലത്തില് ദൈവത്തിന്റെ അടുത്തേക്ക് എല്ലാം പറ്റുമോ? ദൈവത്തെ കാണാൻ പറ്റുമോ? ദൈവത്തെ തൊടാൻ പറ്റുമോ? വിശുദ്ധിയില്ലാത്തതെല്ലാം ഭസ്മമായി പോയി. എന്നാൽ ആ ദൈവം തന്നെ, മാറ്റമില്ലാത്ത ദൈവം, എന്നെ പോലെ നിന്നെ പോലെ ബലഹീനനായ ഒരു മനുഷ്യനായി കടന്നു വന്നിട്ട് എന്താ ചെയ്തവൻ? മക്കളെ, ഇതാണ് ദൈവം. ദൈവത്തിന്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നതാണ് the power of God. ഇതാണ് ദൈവം. ഈശോ പറഞ്ഞില്ല, എന്നെ കാണുന്നവൻ പിതാവിനെ, ഞാനും പിതാവും ഒന്നാണ്. ഞാനും പിതാവും ഒന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വിശ്വാസം ചങ്കിനകത്ത് നിറയട്ടെ, ആ വിശ്വാസം ചങ്കിനകത്ത് നിറയട്ടെ. എന്നിട്ട് നീ ഇങ്ങനെ ചിന്തിക്കും, ഞാനൊരു ദൈവത്തിന്റെ കുഞ്ഞാണ്. 100% ഉറപ്പോടെ നിനക്കത് ചങ്കത്ത് കൈവച്ച് പറയാൻ പറ്റും. ഞാൻ ദൈവത്തിന്റെ കുഞ്ഞാണ്, എന്റെ തമ്പുരാന്റെ കുഞ്ഞാണ്. There is nothing impossible. നീ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ അവനെല്ലാം
സാധ്യമാക്കി തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ കൂടാതെയുള്ള പ്രവൃത്തികൾ, അല്ലേ? ദേവസ്വം എപ്പോഴും പറയൂലേ, ദൈവത്തെ കൂടാതെയുള്ള പ്രവൃത്തികൾ ഈശോ പറഞ്ഞില്ലേ? ഈശോനെ പറഞ്ഞേ, വിതൗട്ട് മീ യു കനോട്ട് എനിത്തിങ്, ഒന്നും എന്നെ കൂടാതെ പറ്റത്തില്ല. കർത്താവ് പറയുകയാണ് യോഹന്നാൻ 15:5 അവസാന ഭാഗം, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കില് നമ്മളെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്, സുഖപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്, ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേരെത്രേ? കർത്താവായ യേശുക്രിസ്തു. അവനിൽ വിശ്വസിച്ച് നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞ് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർ എടുത്തിട്ട് പറഞ്ഞേ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 16:31 രക്ഷ പ്രാപിക്കും. അനുഗ്രഹിച്ചുകൊണ്ട് പോകാൻ നീ രക്ഷ പ്രാപിക്കും. അനുഗ്രഹിച്ചുകൊണ്ട് പോകാൻ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പുതുജീവൻ ഒന്ന് പുതുക്കുക, ഒരിക്കൽ കൂടെ പുതുജീവൻ ഒന്നോടെ പുതുക്കുകയാണ് നമ്മൾ. ആത്മാവിന്റെ വലിയൊരു അഭിഷേകം. നോക്കുക, നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ എത്തി നിൽക്കുന്നത് വെളിപാടിലാണ് എത്തി നിൽക്കുന്നത്. കേട്ടോ, ഞാൻ കഴിഞ്ഞ ഏതൊരു കൂട്ടായ്മയിൽ പറഞ്ഞു തോന്നുന്നു അല്ലേ? അതിനെ കുറിച്ച് പറഞ്ഞു തോന്നുന്നു അല്ലേ? ഓക്കെ, ഇപ്പൊ വെളിപാടിലാണ് നമ്മൾ എത്തി നിൽക്കുക. അതുകൊണ്ട് ഈ ലോകത്ത് എന്തും എപ്പോഴും സംഭവിക്കാം. ഇന്ന് കർത്താവ് പറയാണ്, ഇന്ന് നീ അനുദപിച്ച്, നീ പശ്ചാത്തപിച്ച്, നീ മാനസാന്തരപ്പെട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് വീണ്ടും ഒരു പുതു സൃഷ്ടിയായി മാറിയ, ഓ ഹല്ലേലൂയ, പിന്നെ സംഭവിക്കുന്നതെല്ലാം മിറക്കിൾസ് ആണ്. പിന്നെ സംഭവിക്കുന്നതെല്ലാം മിറക്കിൾസ് ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അന്ത്യകാല ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഇന്ന് നമ്മളെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? പുതു സൃഷ്ടിയാക്കി മാറ്റി. വീണ്ടും ജനിക്കണം. ഞാൻ ജനിച്ചിട്ടുള്ളതാണ്, ഞാൻ പാരമ്പര്യ ക്രിസ്ത്യാനിയാണ്, എനിക്ക് വചനം അറിയാം, ഞാൻ അഭിഷേക പ്രാർത്ഥനയ്ക്ക് പോയതാന്നേ, ഞാൻ കൺവെൻഷൻ ഒത്തിരി കൂട്ടിയിട്ടുള്ളതാന്നേ, ഞാൻ ഒത്തിരി കൂട്ടിയിട്ടുള്ളതാന്നേ. നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ അടുത്ത് പോലും, ദൈവരാജ്യത്തിന്റെ അടുത്ത് പോലും എത്തത്തില്ല. വീണ്ടും ജനിക്കണം. ഈ വീണ്ടും ജനനം ഈ അന്ത്യകാല ശുശ്രൂഷയില് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുകയാണ്. നിങ്ങളൊന്ന് ഫ്രീ ആകുക, ഒന്ന് ഫ്രീ ആകുക. ദൈവമക്കൾ ഫ്രീ ആയിരിക്കുക. മസിൽ പിടിച്ചിരിക്കരുത്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ശരീരം, നമ്മുടെ കൈകാലുകൾ ഒക്കെ ഫ്രീ ആകണം. കാരണം നമ്മൾ ആരാ? We are the people of the Lord Almighty. സർവശക്തനായ ദൈവത്തിന്റെ മക്കളാണ് നമ്മളല്ലേ? നമ്മള് ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കേണ്ട മക്കളല്ല. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചു ഒരു കാര്യം ഓർക്കണം. അയ്യോ, ഞാൻ ഒച്ചയിലങ്ങ് സ്തുതിച്ച ഒരു പ്രശ്നവും ഇവിടെയില്ല. നിനക്ക് എത്ര ഒച്ചയിൽ നിന്റെ അപ്പനെ വിളിക്കാമോ നീ വിളിച്ചോ, എത്ര സ്വരം നിനക്ക് പ്രാർത്ഥിക്കാമോ നീ പ്രാർത്ഥിച്ചോ. ഒരുപക്ഷെ നമുക്ക് ദേവാലയത്തിൽ അതിനുള്ള അനുവാദമില്ലായിരിക്കാം, പക്ഷെ ഇവിടെ അനുവാദമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കരങ്ങളടിച്ച് സന്തോഷത്തോടെ ഇടമല തിരിഞ്ഞ് കാലുകൾ മാറ്റിച്ചവണ്ടി പരമേശ്വരനായ ദൈവത്തെ ആരാധിച്ച ആത്മാവിന്റെ അഭിഷേകം നിലവിന് തണുത്തുറഞ്ഞു പോയ അവർക്ക് മനസ്സിന്റെ ഭാരങ്ങൾ കെട്ടുകൾ സകല ഇതാ ഈ അന്തികാല ആത്മാവേ പരിശുദ്ധാത്മാവേ ശക്തമായി കരകളെ താളത്തിലടിച്ച് കൈകാലുകൾ ചലിപ്പിച്ച് ശരീരം ചലിപ്പിച്ച് ഇടമല ആത്മാവിറങ്ങട്ടെ അവൻ ചലിപ്പിക്കുന്ന ആത്മാവാണ് ഉണങ്ങി വരുന്ന അസ്ഥികളിലേക്ക് വിശ്വസിച്ചപ്പോൾ അസ്ഥികൾ ഒന്നിച്ചുകൂടി ജീവനുള്ള ശരീരമായി മഹാകാര്യം ആത്മാവ് ചെയ്യുന്നുള്ള പരമമായ അവസ്ഥയിൽ നിന്നെ കൈവിട്ട് ജീവനിലേക്ക്
നമുക്ക് ശാന്തമായിട്ട് കണ്ണുകളെ അടച്ച് ശാന്തമായിട്ട് മാറ്റിയ ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മളുടെ ജീവിതങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ ചില ചിന്തകൾ ആത്മാവ് നമുക്കിതിന് കണ്ണുകളെ അടച്ച് കരങ്ങൾ മാറോട് ചേർത്ത് വെച്ച് പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തെ പരിശുദ്ധ ആത്മാവിനെ നമുക്ക് ഫലമേൽപ്പിക്കാം. ജീവിതത്തിൽ നിന്ന് ചില സംഭവങ്ങളെ പറിച്ചറിയാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് പ്രചോദനം തരുന്നുണ്ട്. പ്രത്യേകിച്ച് ലഹരി വസ്തുക്കൾ ആത്മാവിനെതിരാണ്. എൻ്റെ ആത്മീയ മനുഷ്യനെ വളർത്താൻ അത് ഉപകരിക്കുന്നില്ല. ആത്മാവ് ജീർണിച്ചു പോകാൻ കെട്ടുപോകാൻ ഒരു കാരണം അതാണ്. ജഡിക പ്രവണതകളെ നിഹനിക്കാൻ കർത്താവ് പറയുന്നു. ജഡിക പ്രവണതകളെ അമിതമായ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുക, അടയാളാഭരണങ്ങൾ അമിതമായി ധരിക്കുക, അതിനുവേണ്ടി സമയവും സമ്പത്തും ചെലവഴിക്കുക ജഡിക പ്രവണതകളാണ്. അത് ആത്മാവിനെതിരാണ്. നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ ചില വ്യക്തികളോട് ആത്മാവ് പറയുന്നു. കണ്ണ് ശരീരത്തിന്റെ വിളക്കാണെന്ന് അത് കെട്ടുപോയാൽ മുഴുവനും ഇരുട്ടായി മാറും. ശരീരം മുഴുവനും ഇരുട്ടായി മാറും. ആത്മാവും കെട്ടുപോകും. ലൂക്കാസുവിശേഷം 6 അധ്യായത്തിൽ ഈശോ പ്രത്യേകമായി അത് എടുത്തു പറയുന്നു. പെട്ടെന്ന് വയലുണ്ടാകുന്ന അവസ്ഥ, ക്ഷിപ്രകോപം, അത് ഒരു ജഡിക പ്രവണതയാണ്. നാല് പേരോടാണ് അത് പറയുക. 4 പേരോടാണ് ആ മെസ്സേജ്. ജഡിക പ്രവണതയിൽപ്പെട്ടത് തന്നെയാണ് പെട്ടെന്ന് കോപിക്കുന്ന അവസ്ഥ. ആത്മാവ് നിർവീര്യമാകാൻ ഒരു കാരണമായി തീരും. കൊച്ചു ജീവിതങ്ങളെ തമ്പുരാന് പൂർണ്ണമായിട്ടും സമർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ പ്രേരണ വരികയാണ്. ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കും. അപ്പോൾ ദൈവം എന്നോടും ചേർന്ന് തന്നെ നിന്നുകൊള്ളും. ചില തീരുമാനങ്ങൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.